ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതേഴ്സ് എന്ന തമിഴ് മൂവിയുടെ കഥയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, IVF ചെയ്ത് ഉണ്ടാവുന്ന കുട്ടികളിൽ ജനിതക മാറ്റം വരുത്തി അവരെ ട്രാൻസ്ജെൻഡർ ആക്കാൻ ശ്രമിക്കുന്ന ഒരു സൈക്കോ, അയാളെ പിടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അതാണ് ഈ കഥയുടെ ഒരു തീം. വളരെ ത്രില്ലിങ്ങും അതുപോലെ തന്നെ സസ്പെൻസ്ഫുള്ളുമായിട്ടുള്ളൊരു സിനിമയാണിത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കഥ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കാൻ പോകുന്നില്ല. സോ കൂടുതൽ പറഞ്ഞ് വലിപ്പിക്കാതെ നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഉന്തുവണ്ടിയുമായിട്ട് മെയിൻ റോഡിലേക്ക് വരുന്ന ഒരാളെയാണ്. അയാളുടെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ കയ്യിലുള്ള വലിയ പാറക്കല്ല് റോഡിലിട്ടിട്ട് അതേ തട്ടി വണ്ടി വീഴുമല്ലോ, ആ വണ്ടിയിൽ അപകടപ്പെടുന്നവരുടെ സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കാനാണ് ഇവൻ്റെ പ്ലാൻ. അങ്ങനെ നടുറോഡിൽ ആ കല്ല് വെച്ചിട്ട് അവൻ വണ്ടി മറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒന്ന് രണ്ട് വാഹനങ്ങൾ അതേ തട്ടാതെ പോകുന്നുണ്ട്. ആ ടൈമിലാണ് അവിടേക്കൊരു വാൻ വരുന്നത്. വാൻ വന്ന് ആ കല്ലിലിടിച്ച് ആ വാൻ മറിയുകയാണ്. ആ ടൈമിൽ അയാൾ ഇരയെ കിട്ടിയെന്ന് തൻ്റെ ഫ്രണ്ടിനോട് ഫോണിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷം വണ്ടി മറിഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അയാൾ ആ വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ആ വണ്ടി ആളി കത്തുകയാണ്. അങ്ങനെ അയാളും ആ തീക്കുള്ളിൽപ്പെട്ട് അവിടെ മരിച്ചു പോകുന്നു. അടുത്ത ദിവസം പോലീസ് അവിടെയെല്ലാം ചെക്ക് ചെയ്യാനായി ആളുകളെല്ലാം നിയന്ത്രിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈം നടന്ന സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായി സബ് ഇൻസ്പെക്ടർ ഗജേന്ദ്രനും അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ബീനയുമാണ് വന്നിട്ടുള്ളത്. അവർ അവിടെ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അതെല്ലാം തൻ്റെ ഫയലിൽ എഴുതുന്നുണ്ട്. ആ സമയത്തേക്കാണ് അവിടേക്ക് നമ്മുടെ ACP മാധവൻ എത്തുന്നത്. ACP മാധവൻ്റെ അടുത്ത് ഇൻസ്പെക്ടർ ബീന പറയുന്നുണ്ട്, ഈ വണ്ടിയിൽ 3 പെൺകുട്ടികളും അതേപോലെ ഒരു മെയിലുമാണ് ഉണ്ടായിരുന്നത്. അത് എവിടെയോ തട്ടിമറിഞ്ഞിട്ട് ഡീസൽ ടാങ്ക് പൊട്ടി മരിച്ചതാണെന്ന് തോന്നുന്നു പറയും. ആ പെൺകുട്ടികളുടെ 3 പേരുടെയും ശരീരം നല്ലതുപോലെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മെയിലിൻ്റെ പകുതി ഭാഗം മാത്രമേ കത്തിയിട്ടുള്ളായിരുന്നു. അങ്ങനെ അവർ ആ റോഡെല്ലാം ചെക്ക് ചെയ്യുമ്പോഴാണ് മാധവന് അവിടെ ഒരു ഉന്തുവണ്ടിയിൽ ആ കല്ലിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ആ കല്ലിൽ തട്ടിയായിരിക്കണം ആ ബസ് മറിഞ്ഞത്. അതുപോലെ തന്നെ ആ ഉന്തുവണ്ടിയിൽ വന്ന ആൾ വലിച്ച സിഗരറ്റൊക്കെ റോഡിൽ കിടപ്പുണ്ടായിരുന്നു. സോ എന്തായാലും ആ ഉന്തുവണ്ടിയിൽ വന്ന ആളാണ് മരിച്ചിരിക്കുന്നത്. ആ ഡ്രൈവർ മിസ്സിംഗ് ആണ് എന്ന കാര്യം ACP മാധവന് മനസ്സിലാകുകയാണ്. ആ വണ്ടിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം തോന്നിയ മാധവന് അതിൻ്റെ നമ്പർ പ്ലേറ്റ് എടുത്ത് പരിശോധിക്കാനായി പറയുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്നും ആ വണ്ടിയുടെ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് അതല്ലെന്നും. പിന്നെ കാണിക്കുന്നത് ഡോക്ടർ മധുവിനെയാണ്. അവർ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ ആദ്യം കാണിക്കുന്നത് അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഓണർ പറയുന്നുണ്ട്, ഒത്തിരി ഹോസ്പിറ്റൽസിന് ഇപ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഹാക്കിങ് കാരണം. ഡേറ്റ ഹാക്ക് ചെയ്യുന്ന കാരണം ആളുകൾക്ക് ആ ഹോസ്പിറ്റലിനോട് വിശ്വാസം തകരുന്നുണ്ട്. അതുകൊണ്ടാണ് 5th പൊസിഷനിൽ കിടന്ന് നമ്മൾ ഒരാഴ്ച കൊണ്ട് 2nd പൊസിഷനിൽ എത്തിയത്. അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് എല്ലാം വളരെ സുരക്ഷിതത്വത്തോട് വേണം എല്ലാം ഡീൽ ചെയ്യാൻ. ഒന്നും ഹാക്കേഴ്സിൻ്റെ കയ്യിൽ പെടാതെ സെക്യൂരിറ്റി സിസ്റ്റം നല്ലതുപോലെ ഉറപ്പാക്കണമെന്ന് പറയുന്നു. ഈ ടൈമിൽ മധു പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് പോലീസാണ്, നമുക്ക് പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ കുറച്ചും കൂടെ സെക്യൂരിറ്റി കൂട്ടിയാലോ എന്ന്. ആ ടൈമിൽ ആ ഓണർ പറയുന്നു, പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും, അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് ഡോക്ടർ മധുവിനെ കാണാൻ വരുന്ന ഒരു കപ്പിളിനെയാണ്. അവർക്ക് 5 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. ആ പെൺകുട്ടിക്കാണ് പ്രശ്നം. അവളുടെ എഗ്ഗ് അത്ര സ്ട്രോങ് ആയിട്ടുള്ളതല്ല. സോ ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, IVF വഴി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഡോണറിനെ മാത്രം കിട്ടിയാൽ മതി എഗ്ഗിന് വേണ്ടിയിട്ട്. ഹസ്ബൻഡ് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം, പേടിക്കേണ്ട എന്ന് പറയുന്നു. ഈ സമയത്ത് മാധവൻ ആ വാൻ ഏതെങ്കിലും ടോൾ വഴി പാസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ഇൻസ്പെക്ടർ ബീനെ വിടുന്നു. പക്ഷേ ആ വാൻ അങ്ങനെ ഒരു ടോളും പാസ് ചെയ്തിട്ട് അവർക്ക് റിപ്പോർട്ട് കിട്ടുന്നില്ല. ഈ ടൈമിൽ ഡോക്ടർ മധുവിൻ്റെ കമ്പ്യൂട്ടർ ആരോ ഹാക്ക് ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ടോളുകളൊന്നും പാസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ CCTV ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാനായി മാധവ് അവരുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. സൈബർ ഓഫീസിൽ ചെന്നതിന് ശേഷം ഓരോ CCTVയിലും ആ വാൻ ഏതൊക്കെ സമയത്താണ് പാസ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. 10:50 അത് മെയിൻ റോഡിൽ കയറിയതായിട്ടും ആ വാൻ്റെ ലൊക്കേഷൻ അവർക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ആദ്യം ആ ഉദ്യോഗസ്ഥൻ ഈ CCTV നോക്കി ഒരു വാൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന പാടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാധവ ആ സാറിനെ അവിടെ ഇരുത്തിയിട്ട് ഓരോ ടൈമിലും ഇത് ഏത് ലൊക്കേഷനിലാവാൻ ചാൻസ് ഉണ്ട് എന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടുപിടിപ്പിക്കുകയാണ്. ആ ടൈമിലാണ് മാധവന് അർജൻറ്റായിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു കോള് വരുന്നത്. മാധവന് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ അവിടുന്ന് അവിടുത്തെ മാനേജറെ വിളിച്ചിട്ട് മധു സാറ് പറഞ്ഞു പെട്ടെന്ന് വരണം, അതുകൊണ്ട് പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് വരണമെന്ന് പറയുന്നു. ആ ടെൻഷനിൽ മാധവ് കൂടി വരുമ്പോഴേക്കും അവരുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറിക്ക് അവളൊരു സർപ്രൈസ് ഒരുക്കിയതായിരുന്നു. അവൻ ആകെ ടെൻഷനിലാവുന്നുണ്ട്. ഈ കേസിൻ്റെ ഒരു ടെൻഷനിലിരിക്കുന്ന ടൈമിൽ ഇവളിങ്ങനെ കാര്യമൊന്നും പറയാതെ വിളിക്കുകയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതിനുമൊക്കെ അവൻ അവളെ വഴക്ക് പറയുന്നുണ്ട്. അവൾക്കത് ഒത്തിരി വിഷമാവുന്നുണ്ട്. അവൾ പിണങ്ങിയിരിക്കുന്നു. ബട്ട് മാധവ് കുറച്ച് കഴിയുമ്പോൾ റിലാക്സ് ആയിട്ട് അവളെ സന്തോഷിപ്പിച്ച്
അവളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങി അതുപോലെ തന്നെ അവൾക്കും സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഈ ടൈമിൽ അന്ന് ആക്സിഡൻറ്റ് പറ്റിയതുപോലെ വേറൊരു വാൻ ഒരു തട്ടുകടയുടെ മുന്നിൽ കിടക്കുന്നത് കാണിക്കുന്നു. ആ ടൈമിൽ അതിനകത്തുള്ളൊരു ദോശ കഴിക്കുകയാണ്. അയാളെ കാണാനായിട്ട് 3 ആണുങ്ങൾ വരുന്നുണ്ട്. അവർ പറയും, ഞങ്ങൾക്ക് എന്തായാലും കാശ് കൂട്ടിത്തരണം, കാരണം ഞങ്ങൾ ചെയ്യുന്ന റിസ്ക് പണിയാണ്, പോലീസെ കാണാൻ പിടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുന്ന. അയാൾ പറയുന്നത്, നീയൊക്കെ റോബറിയൊക്കെ ആയിട്ട് നടന്നതല്ലേ, നിനക്കൊന്നും ഒരു കാശും ഇല്ലായിരുന്നതല്ലേ, വെറുതെ നിൽക്കുന്നതിനല്ലേ ഞാൻ എണ്ണി കാശ് തരുന്നത്, പിന്നെ എന്തിനാണ് കാശ് കൂട്ടി ചോദിക്കുന്നു. പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഓക്കെ വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കഴിച്ച പാത്രം വെളിയിൽ വെക്കാൻ പോകുന്നു. ആ ടൈമിൽ ഇവർ പറയുന്നുണ്ട്, ഇവന് അത്ര പെട്ടെന്ന് സമ്മതിക്കാനൊന്നും ചാൻസ് ഉണ്ടല്ല, എന്തായാലും നീ ആ കത്തി ഇങ്ങ് എടുക്കാൻ പറയാം. അങ്ങനെ കത്തി മേടിച്ച് ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചെറുക്കൻ കൈ വെക്കും. പക്ഷേ ഇത് വെളിയിൽ നിന്ന് അവൻ കാണുന്നുണ്ടായിരുന്നു. അകത്ത് കയറി വന്ന് ഇവരുമായിട്ട് അടിയായിട്ട് 3 എണ്ണത്തിനെയും കൊല്ലുകയാണ്. അതിനുശേഷം 3 പേരുടെയും ബോഡി ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി കുറച്ച് ആളുകളുടെ ഹെൽപ്പോടുകൂടി അവിടെ കുഴിച്ചിടുന്നു. 10:50 കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറിയ വാൻ ഒരു സ്ലം ഏരിയയിലേക്ക് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത ദിവസം സബ് ഇൻസ്പെക്ടറും കുറച്ച് പോലീസുകാരും അവിടെ എല്ലാം കയറി ഇങ്ങനൊരു വാൻ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകും. ആളുകളുടെ അടുത്തും ചോദിക്കുമ്പോൾ അവരാരും ഇങ്ങനൊരു വാൻ ഇങ്ങോട്ടേക്ക് വന്നതായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചവർ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു വർക്ക്ഷോപ്പ് കാണുന്നത്. ആ വാൻ ആയതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പിൽ കയറാൻ ചാൻസ് ഉണ്ടല്ലോ. സോ അവിടെ നിർത്തിയിട്ട് അവിടുത്തെ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇവിടെ ഇങ്ങനെ ഒരു വാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന്. ആ കാറ് നന്നായിക്കൊണ്ടിരിക്കുന്ന മെക്കാനിക്ക് കുറച്ചു നേരം ആ വാനിലേക്ക് നോക്കി എന്നിട്ട് പറയുന്നു, ഞാൻ ഈ വാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ഡേറ്റിൽ ഇതിവിടെ കുറച്ചു നേരം വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എന്തോ സ്പെയർ പാർട്ട് മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. പാർട്ട് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഇടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, വണ്ടി ഇവിടെ നിർത്തിയേക്ക് എന്ന് കുറച്ചു നേരം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞെന്ന് പറയും. ഇത് കേട്ടോണ്ടേ നമ്മുടെ സബ് ഇൻസ്പെക്ടർ മാധവനെ അവിടേക്ക് വിളിച്ചു വരുത്തിയാണ്. സോ ഇതുപോലൊരു വാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പയ്യനെ മാധവൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ വേറൊരു വാനിൽ ആ 3 പയ്യന്മാരെ കൊന്ന ആൾ അവിടെ വരുന്നു. പോലീസിനെ കണ്ടിട്ട് അവൻ പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ആ വാനിൽ നിന്ന് കിട്ടിയ 3 ഡെഡ് ബോഡീസിൻ്റെ പോസ്റ്റ്മോർട്ടം അവിടുത്തെ ആ ഫോറൻസിക് സർജൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. ആ 3 പെൺകുട്ടികളും കംപ്ലീറ്റ് ആയിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചെറുക്കൻ്റെ പാതി മാത്രമേ വെന്തിട്ടുള്ളൂ, പകുതി പുറത്തേക്ക് കിടക്കുകയായിരുന്നു. അതുമാത്രമല്ല ആ 3 പെൺകുട്ടികൾക്കും കാഴ്ചയില്ലാത്ത പെൺകുട്ടികളാണെന്ന് പറയുന്നു. ഇത് കേട്ട് മാധവ് ഞെട്ടിപ്പോവുകയാണ്. ഇതുവരെ ആ ബോഡി ക്ലെയിം ചെയ്യാൻ ആരും വരാത്തതുകൊണ്ട് തന്നെ ബീനയുടെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാ ഓർഫനേജിലും പോയിട്ട് ഏതെങ്കിലും കുട്ടികൾ മിസ്ഡ് ആയിട്ടുണ്ടോ എന്നറിയണമെന്ന്. അതിന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുവാദം വേണ്ടതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന IPSകാരിയുടെ അനുവാദം മേടിച്ചിട്ട് മാധവ് എല്ലാ ഓർഫനേജുകളിലും ഇതുപോലൊരു സെർച്ച് നടത്താനായിട്ട് ഓർഡർ ഇടുന്നുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ആ IPS ഉദ്യോഗസ്ഥ മാധവന് വാർണിംഗും കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഡോക്ടർ മധു IVF ട്രീറ്റ്മെൻറ്റ് വന്ന ആളുകൾക്കെല്ലാം 3-4 പേരുണ്ട്, അവർക്കെല്ലാം ഒരേ സമയം ആ ഇഞ്ചക്ഷൻ നൽകുകയാണ്. ഈ ടൈമിൽ കുറച്ച് പെൺകുട്ടികളെ ബോധമില്ലാതെ ഒരു താവളത്തിലാക്കിയിരിക്കുന്നതും നമ്മളെ കാണുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ മധു വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ മരുന്ന് ആ കുട്ടിയുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അവർ അവിടെ നിന്ന് പോയി റൂമിലിരിക്കുന്നു. ഈ സമയം സബ് ഇൻസ്പെക്ടറും ബാക്കി പോലീസുകാരുമെല്ലാം എല്ലാ ഓർഫനേജിലും സിറ്റിക്കകത്തുള്ള എല്ലാ ഓർഫനേജിലും കയറിയിട്ട് എല്ലാ ഫയൽസും ശേഖരിക്കുകയാണ്. സോ ആ പെൺകുട്ടികളുടെ ഡേറ്റ ഫയൽസ് ഇപ്പോൾ ഇവരുടെ കയ്യിലുണ്ട്. അതുമായിട്ട് ഈ ഓർഫനേജിലെ ഏതെങ്കിലും കുട്ടികളുടെ ഡേറ്റാസ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. പക്ഷേ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു മദർ ഇതുപോലുള്ള ഫയൽസ് കൊടുക്കാനായിട്ട് വിസമ്മതിക്കുകയാണ്. നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിക്കണമെന്ന് നമ്മുടെ സബ് ഇൻസ്പെക്ടർ അടുത്ത് പറയുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ മാധവിനെ അവിടേക്ക് വിളിക്കുകയാണ്. മാധവ് ACP ആണല്ലോ. അങ്ങനെ ആ സമയത്ത് മദർ ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ മരുന്നൊഴിച്ച് കൊടുത്തിട്ട് നീ കണ്ണടച്ച് കുറച്ചു നേരം ഇവിടെ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുപ്പിച്ചിട്ട് ACPയെ കാണാനായിട്ട് റൂമിലേക്ക് വരുന്നു. അപ്പോൾ ACP പറയുന്നുണ്ട്, ഇതുപോലെ ഈ അടുത്ത് ഒരു വാൻ ഇവിടെ കത്തിയിട്ടുണ്ടായിരുന്നു, അതിൽ 3 പെൺകുട്ടികൾ മരിച്ചു പോയിരുന്നു. ആ പെൺകുട്ടികളുടെ ബോഡി ഇതുവരെ ആരും ക്ലെയിം ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർ ഓർഫൻസ് ആണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് വേണ്ടതെന്ന് പറയും. അപ്പോൾ ആ മദർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഫാദറാണ് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്, പുള്ളി ന്യൂജേഴ്സി പോയിരിക്കുകയാണ്, അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് അനുവാദം മേടിച്ചിട്ട് ഞാനത് തരാമെന്ന്. പക്ഷേ ആ സമയത്ത് ACP തൻ്റെ കൈവശമുണ്ടായിരുന്ന IPS ഉദ്യോഗസ്ഥർ എന്ന ആ ഓർഡർ എടുത്ത് കാണിക്കുന്നു. മാറ്റർ അത്രയും ഇമ്പോർട്ടൻറ്റും എമർജൻസിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽസ് തരണമെന്ന് പറയും. ആ ടൈമിൽ അവർ എടുത്ത് കൊടുക്കുകയാണ്. ഈ ടൈമിൽ IVFൽ ഇഞ്ചെക്ട് ചെയ്ത ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ വന്നിട്ട് അവളാകെ അസ്വസ്ഥതപ്പെട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ്. ഇത് സിസ്റ്റർ ഓടിപ്പോയി ഡോക്ടർ മധുവിൻ്റെ അടുത്ത് പറയുന്നു. മധുവൻ നോക്കുമ്പോഴേക്കും അവളുടെ BP കൂടുതലാണ്, അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവളെ മയക്കി കടത്തിയതിന് ശേഷം അവളുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഒരു സിസ്റ്ററിൻ്റെ കൊടുത്തിട്ട് അവൾ പറഞ്ഞ അത്രയും ബ്ലഡ് ടെസ്റ്റുകൾ നടത്താനായിട്ട് പറയുകയാണ്. അതിനുശേഷം അവൾ തന്നെ ലാപ്ടോപ്പിൽ പോയി കുറേ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടിനായിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു.
ഈ സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നമ്മുടെ ACPയുടെ അടുത്ത് പറയുന്നു, സാർ ഓർഫനേജിൽ നിന്ന് ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തെങ്കിൽ നമുക്ക് അത് ആ പെൺകുട്ടികളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാമെന്ന്. ACP അതിന് സമ്മതിക്കുന്നു. ആ ടൈമിലാണ് ബ്ലഡ് റിസൾട്ട് കിട്ടുന്നത്. ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ ആ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ ആൾ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൾ പറയും എമർജൻസിയാണ്, ആരെയും വെയിറ്റ് ചെയ്യാൻ ടൈമില്ല, നീ എത്രയും പെട്ടെന്ന് പോയി ചെക്ക് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എല്ലാം നടത്തിയത്. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഡോക്ടർ മധു ആകെ അമ്പരന്ന് പോവുകയാണ്. അവൾ ചോദിക്കുന്നു, നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് സെയിം ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്തല്ലേ, ആ ടൈമിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ മാറ്റങ്ങളൊക്കെ ഇത് നമ്മൾ IVF ചെയ്ത് കഴിഞ്ഞ് വന്നതെന്ന് ചോദിക്കുന്നു. ആ സിസ്റ്റർ പറയും എനിക്കൊന്നും അറിയില്ല എന്ന്. ഈ ടൈമിൽ ACP മാധവനും ആ ഉദ്യോഗസ്ഥനും ചേർന്ന് ഓർഫനേജിൽ നിന്ന് കിട്ടിയ ഡേറ്റാസ് എല്ലാം സ്വാപ്പ് ചെയ്ത് മാച്ച് ചെയ്യാനായിട്ട് നോക്കിയാണ്. പക്ഷെ ഒന്നും ആവുന്നില്ല. വളരെ നിരാശയായ റിസൾട്ടായിരുന്നു ACPക്ക് കിട്ടിയത്. കാരണം ആ സിറ്റിയിലുള്ള ഓരോ ഓർഫനേജുമായിട്ടും അത് മാച്ച് ആവുന്നില്ല. ആ ടൈമിലാണ് ACP ശ്രദ്ധിക്കുന്നത്, ഒരു രജിസ്റ്ററിലെ 150 പേജുള്ളതിൽ 132 പേജസ് മാത്രമേ സ്കാൻ ആയിട്ടുള്ളൂ. ബാക്കി പേജസ് അതിൽ നിന്ന് മിസ്സായിട്ടുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നു. ആ ഓർഫനേജ് ഇതാൻ ചെക്ക് ചെയ്യുമ്പോൾ അന്ന് ആദ്യം ഡേറ്റ തരാനായിട്ട് ഒരു മദർ വിസമ്മതിച്ചിരുന്നല്ലോ, ആ മദറിൻ്റെ ഓർഫനേജ് ആയിരുന്നു. അങ്ങനെ ACP അവിടെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ആ ഓർഫനേജിലേക്ക് ചെല്ലുകയാണ്. പെട്ടെന്നാണ് ഇവരുടെ പോലീസ് ജീപ്പിൻ്റെ മണ്ടയ്ക്ക് ആ മദർ വീഴുന്നത്. അവർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വലിയ വാർത്തയാകുകയാണ്. മദറിൻ്റെ ഓർഫനേജിൽ നിന്ന് പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ടോ എന്ന തരത്തിലും, അതുപോലെ തന്നെ മദറിനെതിരെ എന്തെങ്കിലും പങ്കുണ്ടോ, അവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത്, അങ്ങനെ മീഡിയാസ് അവിടെ വന്ന് പോലീസുകാരെ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ടൈമിൽ നമ്മുടെ ACP അവിടെ ഈയിടെ ജോയിൻ ചെയ്ത ഒരു ഉദ്യോഗസ്ഥരെടുത്ത് ഈ ഫയൽ കൊടുക്കുകയാണ്. അവർ പറയുന്നു, ശരിയാണല്ലോ, ഇതിൽ 12 പേജ് കാണുന്നില്ല, ഇത് മിക്കവാറും കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികളുടേതായിരിക്കുമെന്ന്. അപ്പോൾ ACP ചോദിക്കുന്നു, ഇവിടുന്ന് കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടാറുണ്ടോ എന്ന്. ആ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, ഞാൻ വരുന്നതിന് ഒരു ദിവസം മുമ്പേ ഇവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നിട്ട് ഒരാഴ്ചത്തെ ആയുള്ളതെന്ന്. അങ്ങനെ അവർ മദറിൻ്റെ റൂമിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുകയാണ്. മദറിൻ്റെ കമ്പ്യൂട്ടർ ലോക്ക്ഡ് ആയിരുന്നു. ഒരു ഹാക്കറിനെ വിളിച്ചിട്ട് അത് തുറക്കാനായിട്ട് പറയുന്നു. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അലമാരി, അവിടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടറെ കൊണ്ട് തന്നെ തുറന്നു നോക്കുമ്പോൾ ആ കീറിയ 12 പേജുകളും അവിടെ ഇരിപ്പുണ്ട്, കൂടെ ഒരു മൊബൈൽ ഫോണും. ആ മൊബൈൽ ഫോണിലേക്ക് വന്ന കോൺടാക്ട്സുകളെല്ലാം എടുക്കണമെന്ന് സബ് ഇൻസ്പെക്ടർ എടുത്ത് നമ്മുടെ ACP പറയുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ അന്ന് ഈ പോലീസുകാരെ ഇവിടെ വന്നു പോയി കഴിഞ്ഞ് ഒരുത്തൻ വാനിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഈ സബ് ഇൻസ്പെക്ടറോടും പോലീസുകാരോടും ഒക്കെ പറയുന്നു. അങ്ങനെ ഹാക്കർ അവിടുത്തെ കമ്പ്യൂട്ടർ ഓണായി കൊടുക്കുകയാണ്. കൂടാതെ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് കുറേ ഫയൽസ് ഡിലീറ്റ് ചെയ്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ആ ഫയൽസ് എല്ലാം റിട്രൈവ് ചെയ്യുന്നു. കൂടാതെ കുറച്ച് കോൺടാക്ട്സ് ഡിലീറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതും അങ്ങനെ എടുക്കുകയാണ്. മദർ ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രശ്നം കുറച്ച് വഷളായിട്ടുണ്ടായിരുന്നു. മാധവനെ ആ IPS ഉദ്യോഗസ്ഥർ വിളിച്ച് കുറച്ച് വഴക്ക് പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണമായിരുന്നു കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും. പക്ഷെ അവർ പറയുന്നുണ്ട്, നീ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്, അതുകൊണ്ടാണ് നീ എവിടെ ചെല്ലുമ്പോഴും അതെല്ലാം ഒരു ഡെഡ് എൻഡായി മാറുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സീക്രട്ടായിട്ട് നീ കാര്യങ്ങളെല്ലാം ചെയ്യണം, കാരണം ആ കുറ്റവാളി നിന്നെ കംപ്ലീറ്റ് ആയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഈ സമയത്ത് ആ ലാബിൻ്റെ മെയിൻ ആളായിരുന്ന മുകേഷ് വന്നിട്ട് നമ്മുടെ ഡോക്ടറുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുകയാണ്. ഞാനില്ലാത്ത സമയത്ത് ഇവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു, കൂടാതെ കുറച്ച് സാമ്പിളുകൾ പൂനെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ഇയാൾ ഞെട്ടിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അത് നമ്മുടെ ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷനെ ബാധിക്കത്തില്ലേ, എന്നോട് ചോദിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് നമ്മുടെ ഡോക്ടർ മധുവിനോട് പറയുന്നു. ഡോക്ടർ മധു പറയുന്നു, സാർ മുകേഷ് ഒന്ന് പുറത്തു പോയാൽ മാത്രമേ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അയാൾക്ക് പുറത്തു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ആ മെയിൻ ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ വെളിയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഡോക്ടർ മധുമിത കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ IVF ചെയ്യുന്നതിന് മുമ്പ് ഈ പെൺകുട്ടികൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അത് ചെയ്തു കഴിഞ്ഞ് എല്ലാ പെൺകുട്ടികൾക്കും എന്തോ ഒരു മാറ്റം സംഭവിച്ചായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തത്. അവരുടെ എല്ലാം ആ ബ്ലഡിൽ ഒരു കെമിക്കൽ വന്നു ചേർന്നിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളാണ് അവർ ഈ കാണിക്കുന്നത്. അത് മിക്കവാറും നമ്മൾ കൊടുത്ത ആ എഗ്ഗിൽ നിന്ന് വരാനാണ് ചാൻസ്. ആ എഗ്ഗിൽ എന്തൊക്കെയോ തിരിമറി നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സിസ്റ്റം എല്ലാം ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് കേട്ട് അയാൾ ഞെട്ടിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മദർ വർക്ക് ചെയ്ത കർണക്കോയിൽ എന്ന് പറയുന്ന ഓർഫനേജിലെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നു. ആ 3 പെൺകുട്ടികൾ അവിടെ തന്നെ ഉള്ളതാണെന്ന് ആ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവർ കല്യാണം കഴിച്ച 3 ആളുകളും അക്യൂസ്ഡാണ്. അതുപോലെ തന്നെ അവരെ ഒത്തിരി തവണ അറസ്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ബീന പറയുകയാണ്. ഈ ടൈമിൽ ACP പറയുന്നു, അവർ ഈ ടൈം കൊണ്ട് മരിച്ചിട്ടുണ്ടാവും, കാരണം അവൻ തെളിവുകളൊന്നും അവശേഷിപ്പിക്കില്ലെന്ന്. ഈ ടൈമിൽ ഡോക്ടർ മധു ലാബിൻ്റെ മെയിൻ ഉദ്യോഗസ്ഥനായ മുകേഷിനെ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് എഗ്ഗിൽ സ്റ്റിറോയിഡ് ഉള്ള കാര്യം പ്രൈമറി ടെസ്റ്റിൽ അറിയാഞ്ഞതെന്ന് ചോദിക്കുന്നു.
ആരാണ് എഗ്ഗിൻ്റെ ഓണർ, ഏത് ഏജൻറ്റ് വഴിയാണ് ഇത് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ മുകേഷിന് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയും, എനിക്കറിയാം, ഓളീസ്വെൽ എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്, എനിക്ക് എത്രയും വേഗം അയാളെ കാണണമെന്ന്. മുകേഷ് ജോലി കഴിഞ്ഞ് വെളിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാനിൽ മാറി വന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ടൈമിൽ ACP മദറാന്ന് അവസാനമായിട്ട് വിളിച്ച ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. മദറിൻ്റെ കൂടെ ഉള്ളൊരു സിസ്റ്റർ അവിടെ വന്നിട്ട് പറയുകയാണ്, ഇതുപോലെ കുറച്ച് സത്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം 2 ആഴ്ച മുമ്പ് ഒരു ഫോറിൻ ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞിട്ട് ചാൾസ് എന്ന് പറഞ്ഞൊരാൾ 1,00,000 ഡൊണേഷൻ ഞങ്ങളുടെ ഓർഫനേജിൽ തന്നിട്ടുണ്ടായിരുന്നു. അയാൾ അന്ന് ഫുഡൊക്കെ സ്പോൺസർ ചെയ്തു. അയാൾ ഒത്തിരി ചാരിറ്റി ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അയാളുടെ ആ ഏജൻറ്റിൻ്റെ പേര് ഓളീസ്വെൽ എന്നാണ്. അപ്പം അന്ന് അയാളാണ് ഇതുപോലെ കല്യാണാലോചനകൾ മദറിന് കൊടുത്ത കാര്യങ്ങളൊക്കെ ഈ സിസ്റ്റർ പറയുകയാണ്. അതുകൂടാതെ ചാൾസ് എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ ആ മദർ എടുത്തിട്ടുണ്ടായിരുന്നു. അതും അവരെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം ഡോക്ടർ മധു വിളിച്ചിട്ട് നമ്മുടെ ACP എടുത്ത് പറയും, എത്രയും വേഗം നീ റെസ്റ്റോറൻറ്റിലേക്ക് വരണം, എനിക്ക് നിന്നെ കാണണമെന്ന്. അങ്ങനെ മധുവിനെ കാണാൻ ഇറങ്ങുമ്പോഴാണ് ആ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് വിളിച്ചിട്ട് പറയുന്നത്, സെയിം ഒരു വാൻ ഒരു മോഡൽ 20 മിനിറ്റായിട്ട് ഒരിടത്ത് കിടപ്പുണ്ട്, അത് പറയാനായിട്ട് ഈ ACP വിളിക്കും. അവിടെ വന്ന് നോക്കുമ്പോൾ ആ വാൻ 20 മിനിറ്റായിട്ട് ഒരു ലൊക്കേഷനിൽ ഇങ്ങനെ കിടക്കുകയാണ്. സെയിം നമ്പർ പ്ലേറ്റ് ആണ് അന്ന് കത്തിപ്പോയ അതേ വാനിൻ്റെ. അപ്പോൾ അവർ നോക്കുമ്പോൾ അത് നമ്മുടെ മധു ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലാണ് ആ കാർ ഉള്ളതെന്ന് മനസ്സിലാവുമ്പോൾ ACP നമ്മുടെ മധുവിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ടൈമിൽ ആ വാൻ വന്ന് മധുവിനെ ഇടിച്ചിടുകയാണ്. മധുവിനെ അപ്പോൾ തന്നെ ACP ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ, നിന്നെ കൊല്ലാനായിട്ട് കുറച്ച് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ആ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് ഓരോ ഡയറക്ഷൻ നമ്മുടെ ACP പറഞ്ഞു കൊടുക്കുകയാണ്. കൂടാതെ ആ ഏരിയയിലുള്ള പോലീസുകാരെയും ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ACP ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാവരും പ്ലാൻഡായിട്ട് ഇവരെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് ലോക്ക് ആകുകയാണ്. അതിനുശേഷം നമ്മുടെ മധുവിനെ അവർ രക്ഷിക്കുന്നു. കൂടാതെ അവർ രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ സബ് ഇൻസ്പെക്ടറും അതുപോലെ ബീനയും ഒക്കെ വെടിവെക്കുന്നു. ഒരാളെ വെടിവെച്ച് കിട്ടുന്നുണ്ട്, മറ്റേ ആൾ ആ ബ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചാടി രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് ACP മധുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇന്നെ അവർക്ക് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ അവൾ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതുപോലെ IVF ചെയ്തു, കിട്ടിയ ഡോണർ എഗ്ഗിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റെറോയിഡ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി മുകേഷിൻ്റെ അടുത്ത് അന്വേഷിച്ചിട്ട് ഡോണറെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ മുകേഷും ഇപ്പോൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അവൻ ചോദിക്കുന്നു, പേഷ്യൻസ് ഒക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവൾ പറയുന്നു, പേഷ്യൻസിനുള്ള ഇവിടെ പ്രശ്നം വരുന്നത് അവർക്കുണ്ടാവുന്ന കുട്ടികളാണ്. ആ കുഞ്ഞുങ്ങൾ പെൺകുട്ടികളായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അവർക്ക് ആണുങ്ങളുടെ ക്രോമസോംസ് ആയിരിക്കും കൂടുതലുള്ളത്. ആൺകുട്ടികളായിട്ട് ജനിക്കുന്നവർക്ക് പെൺകുട്ടികളുടെ ക്രോമസോംസ് ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്. ആണും പെണ്ണും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്വഭാവത്തിലായിരിക്കും അവരുണ്ടാവുക എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ACP ഞെട്ടിപ്പോവുകയാണ്. ACPയും മധുവും കൂടി ആ ഹോസ്പിറ്റലിൻ്റെ ഓണറിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അയാൾ പറയുന്നു, എൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്കായി പോയതാണ്. അന്നേ മധു പറഞ്ഞായിരുന്നു സാറുമായിട്ട് സംസാരിച്ച് കൂടുതൽ സെക്യൂരിറ്റി ഇതിന് ഏർപ്പെടുത്താമെന്ന്. പക്ഷേ അന്ന് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വരില്ല. ഇത് ചെയ്തവനാരായാലും അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം എന്ന് അയാൾ പറയുന്നു. ഈ ടൈമിൽ മുകേഷിനെ ലാബിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ വിളിച്ചിട്ട് ACP ചോദ്യം ചെയ്യുകയാണ്. അയാൾ പറയുന്നത്, എനിക്കൊന്നും അറിയില്ല, മുകേഷ് എനിക്ക് കാശ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ചാൾസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ എല്ലാം മുകളിൽ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ചാൾസിൻ്റെ ലൊക്കേഷൻ അയാൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ അവിടേക്ക് ഈ പോലീസുകാരെ രാത്രി ചെന്നിട്ട് ചാൾസിനെ പിടികൂടാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ ചാൾസിനെ അവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ചാൾസിനെ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടിട്ട് സബ് ഇൻസ്പെക്ടറും പോലീസുകാരുമൊക്കെ നല്ലപോലെ അടിക്കുന്നുണ്ട്. പക്ഷേ എത്ര അടിച്ചിട്ടും അവൻ സത്യങ്ങളൊന്നും പറയാൻ കൂട്ടാക്കില്ല. അവസാനം ACP വന്നും അവനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. എങ്ങനെയാണ് മദറിൻ്റെ കരുണക്കോയിൽ എന്ന് പറയുന്ന ഓർഫനേജിൽ നിന്ന് പെൺകുട്ടികൾ മിസ്സായത്, അവരുടെ വണ്ടി എങ്ങനെയാണ് കത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. ആ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇവർ ഒരു വലിയ സ്പോൺസറാണ്, ഏജൻ്റാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ ഓർഫനേജുകളിലും പോയി പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതാണ് മദറിനെ. അങ്ങനെ 3 കുട്ടികൾക്ക് കല്യാണാലോചനയ്ക്ക് 3 ചെറുക്കന്മാരെ ഞാൻ തന്നെയാണ് കൊണ്ടു കൊടുത്തത്. നല്ല പയ്യന്മാരാണെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടു കൊടുത്തെങ്കിൽ പോലും ആ സത്യം മദറിന് പോലും അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവർ മരിച്ചു കഴിഞ്ഞാണ് മദർ ആ സത്യം അറിഞ്ഞത്. അവർ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തത് എന്ന് പോലീസിനോട് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞ് മദറിനെ അവർ ഭീഷണിപ്പെടുത്തി. മാധവ് ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതെന്ന്. അത് അവരുടെ എക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇവൻ പറയും. നിങ്ങൾ എന്തിനാണ് അതിൽ സ്റ്റിറോയിഡ്സ് കുത്തിവെക്കുന്നതെന്ന് ചാൾസിനോട് ചോദിക്കുമ്പോൾ, അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല, അതെല്ലാം വേദയാണ് നോക്കുന്നതെന്ന് പറയും. വേദ ആരാണ് ചോദിക്കുമ്പോൾ, വേദയാണ് ഇതിൻ്റെ എല്ലാം ഹെഡ്, അവൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അവനാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് ചാൾസ് മാധവൻ്റെ അടുത്ത് പറയുന്നു. വേദയുടെ ഫോണും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്താണ് ജീവിക്കുന്നത്. അവരൊരു മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്യാറില്ല, അത്ര അക്യുറേറ്റ് ആയിട്ടാണ് അവൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയും.
അപ്പോൾ നിനക്ക് അവനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. സോ നീ തീർച്ചയായിട്ടും അവനെ ഞങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുകയാണ്. ഈ ടൈമിലാണ് ആരാണ് ശരിക്കും വേദ എന്ന് കാണിക്കുന്നത്. അന്ന് ആ സബ് ഇൻസ്പെക്ടർ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയാളാണ് ശരിക്കുള്ള സൈക്കോ. അയാൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അന്ന് വാനാണെങ്കിൽ തട്ടി വീണപ്പോൾ അയാൾ മാല പറിക്കാൻ വേണ്ടി വന്നായിരുന്നു. അയാളെ കൂടെ കാറിലിട്ട് കത്തിച്ചാണ് അന്ന് വേദ അവിടുന്ന് രക്ഷപ്പെട്ടത്. വേദ നിങ്ങൾക്ക് ഒരിക്കലും പിടിക്കാനാവില്ലെന്ന് ചാൾസ് ACPയുടെ അടുത്ത് പറയുന്നു. ചാൾസ് പിടിയിലായിട്ട് എറിഞ്ഞിട്ട് വേദ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അവൻ പുതിയൊരാളെ പോലെയാണ് അവിടെ വന്നിരിക്കുന്നത്. അവൻ വന്നിട്ട് പറയും, എൻ്റെ സിസ്റ്ററിനെ ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. ആ പെൺകുട്ടി ഓർഫനേജിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവളെപ്പറ്റി വിവരമൊന്നും ഇല്ലെന്ന് പറയും. താങ്കൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് സബ് ഇൻസ്പെക്ടർക്ക് തോന്നുകയാണ്. ആ ടൈമിലാണ് ചാൾസിന് ഫുഡുമായിട്ട് ഒരാൾ അവിടേക്ക് വരുന്നത്. ആ ഫുഡ് അകത്തേക്ക് ചാൾസിനോട് കൊടുത്തോളാനായിട്ട് ആ ഫുഡ് മേടിച്ചിട്ട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുകയാണ്. അയാൾ ആ ഫുഡുമായിട്ട് ചാൾസിന് കൊടുക്കാനായി പോകുന്നു. ഈ ടൈമിൽ സബ് ഇൻസ്പെക്ടർ നമ്മുടെ ACPയുടെ അടുത്ത് പോയി ആ വന്ന ചെറുക്കൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. അയാൾ പറയും, ആ കരുണക്കോവിൽ എന്ന് പറയുന്ന ഓർഫനേജിലായിരുന്നു എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നത്. അവർക്ക് നല്ലൊരു അലയൻസ് വന്നപ്പോൾ അവർ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ നല്ലപോലെ അവൾ അഭിനയിച്ച് കരയുകയാണ്. ഈ ടൈമിലാണ് ചാൾസിന് ആഹാരവുമായിട്ട് ഒരു പോലീസ് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അയാൾക്ക് പെട്ടെന്ന് എന്തോ അസ്വസ്ഥത വന്നെന്ന് പറഞ്ഞിട്ട് ACPയും ബീനയും അതുപോലെ ഗജരാജനും എല്ലാം അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. സത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദയുടെ ആളാണ് അവിടെ ചോറ് കൊണ്ട് കൊടുത്തത്. വേദ ആ പോലീസുകാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അയാൾ കൂടുതൽ ശ്രദ്ധിച്ചില്ല ആരാണ് ചോറ് കൊണ്ട് കൊടുത്തതെന്ന്. സോ ഒറിജിനൽ ആൾ ചോറ് കൊണ്ട് വരുമ്പോഴാണ് നേരത്തെ തന്ന ഫുഡിലാണ് പോയിസൺ കലർത്തിയിട്ടുള്ളതെന്ന് ACPക്ക് മനസ്സിലാവുന്നത്. ആ ടൈമിൽ ACP പറയുന്നത്, ഇവനെ എങ്ങനെ അകത്ത് കയറ്റി ഇവനെ വെളിയിലിറക്കി വിടെന്ന് പറഞ്ഞിട്ട് അവനെയും പിടിച്ച് വെളിയിൽ കളയുന്നുണ്ട്. ചാൾസ് മരിച്ചു കിടക്കുകയാണുമ്പോൾ അപ്പോൾ ആ വേദ പറയുന്നുണ്ട്, ഇവനെ എനിക്കറിയാം, ഇവനെൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നു, ഇവൻ്റെ കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അത് വേദ ആയിരിക്കാമെന്ന് ആ വന്ന പയ്യൻ പറയുകയാണ്. അവൻ പറയും, എൻ്റെ പേര് മാരി എന്നാണ് ACPയോട് പറയുന്നത്. എന്നിട്ട് വേദയുടെ പിക്ക് എനിക്കറിയാം, ഞാൻ പറഞ്ഞ് വരപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ കൊണ്ട് വരപ്പിക്കുകയാണ്. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ അയാളെ എവിടെയും കണ്ടതായിട്ടൊന്നും ഇവർക്കാർക്കും അറിയില്ല. എന്തായാലും ആ ഫോട്ടോ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഫാക്സായിട്ട് അയക്കാമെന്ന് സബ് ഇൻസ്പെക്ടറും അതുപോലെ ACPയും ഡിസ്കസ് ചെയ്യുകയാണ്. അവർ അവിടെ ഒരു സ്ലം ഏരിയയിൽ നിന്ന് ഒരു ഫോൺ കോൾ സ്വിച്ച് ഓൺ ആയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് മധുവിനെ വഴിയിൽ വെച്ച് കാണുന്നത്. അവൾ ഏതോ പേഷ്യൻറ്റിൻ്റെ പ്രഗ്നൻ്റ് ആയിരുന്നു. IVF വഴി അവർ പ്രഗ്നൻ്റ് ആയതാണ്. സോ അവർക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനായിട്ടും വന്നതാണ്. അപ്പോഴാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ക്ലോസ് ആയി കിടക്കുന്നതുകൊണ്ട് ACPയെ കണ്ടപ്പോൾ അയാളുടെ കാറിൽ കയറി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവന് കുറച്ച് എനർജി കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആകരുത്, എല്ലാം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അവൾ അവളുടെ പേഷ്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് ACP ഇങ്ങനെ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ആ ടൈമിലാണ് ACP ആലോചിക്കുന്നത്, അന്ന് ആ വർക്ക്ഷോപ്പിൽ പോയി മാരിയെ കണ്ട് സംസാരിച്ച സമയത്ത് അവൻ വേദയെ കണ്ട കാര്യം പറഞ്ഞിട്ടില്ല. വേദ ആ ടൈമിലാണ് അവിടുന്ന് വണ്ടി എടുത്തിട്ട് മെയിൻ റോഡിലേക്ക് പോയതെന്ന് അന്ന് ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. വണ്ടി കണ്ട കാര്യമല്ലാതെ വേദയെ കണ്ട കാര്യം പറഞ്ഞിട്ടില്ല. പിന്നീട് തൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ വേദയെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. സോ രണ്ടും ഒരാളല്ല. വിവരം അവൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്നു. അതിനുശേഷം ചാൾസിൻ്റെ ആ ഒരു ഫോൺ കോൾ ലിസ്റ്റ് എടുത്തതിന് ശേഷം അതിൽ അപ്പ എന്നുള്ളൊരു ഫോൺ നമ്പർ കിട്ടുന്നു. അതിലേക്ക് നമ്മുടെ മാധവ് വിളിച്ചു നോക്കുകയാണ്. അത് വിളിച്ച് അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി അവിടേക്ക് ചെല്ലുന്നു. പ്രായമായ ഒരാളായിരുന്നു അത്. അയാളുടെ അടുത്ത് ചോദിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ കുറേ നേരമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്? ഞങ്ങളിപ്പോൾ അടുത്ത് വന്ന് വിളിച്ചപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. ഈ ടൈമിൽ പറയും, ഞാൻ എൻ്റെ മകനെ വിളിച്ചാണെന്ന്. അപ്പോൾ പറയും, മകൻ്റെ പേര് ചോദിക്കുമ്പോൾ പറയും വേദാണെന്ന് പേരെന്ന് പറയും. ആ ടൈമിലാണ് പറയുന്നത്, നിൻ്റെ മകനാണ് ഇവിടെ ഒത്തിരി കൊലപാതകങ്ങൾ ചെയ്യുന്നത്, ഈ സമൂഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ആ ടൈമിൽ അയാൾ പറയുകയാണ്, എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ സമൂഹമാണ്, അതിനുവേണ്ടിയായിരിക്കും അവൻ പ്രതികാരം ചെയ്യുന്നതെന്ന്. പിന്നീട് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഇയാൾക്ക് ഒരു മകളായിരുന്നു ഉണ്ടായിരുന്നത്. മകളുടെ പേര് വേദിക എന്നാണ്. അവൾ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. +2 ഡിസ്റ്റിങ്ഷനോട് കൂടിയായിരുന്നു അപ്പോൾ അവൾ പാസ്സായിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ അവൾ ഡോക്ടർ ആവുമെന്നും അവളുടെ വീട്ടുകാരും അവളും അതുപോലെ നാട്ടിലുള്ളവരും എല്ലാവരും പറയുമായിരുന്നു. പക്ഷേ ഈ വേദിക ആൺപിള്ളേരുടെ കൂടെ നടക്കാനും അതുപോലെ ആൺപിള്ളേരെ പോലെ ഒരുങ്ങി നടക്കാനും ഒക്കെയായിരുന്നു ആഗ്രഹിച്ചത്. അവളുടെ അച്ഛൻ കുറേ തവണ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവളെ എതിർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും അവൾ ഒരു ആൺപിള്ളേരെ പോലെ ഒരുങ്ങി നടക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മകനെ കൊണ്ട് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് തൻ്റെ മകന് ജനിതകമായിട്ട്
പറ്റിയൊരു മാറ്റം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നത്. ഇത് മനസ്സിലാക്കിയ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തായാലും MBBS എടുത്ത് നല്ലൊരു ഡോക്ടറാവണം. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഞാൻ മരിക്കുന്നവരെ നിൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ കൊണ്ടുവന്നോളാം. നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, നന്നായി പഠിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അച്ഛൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് വേദയായിട്ട് അന്ന് MBBSന് പഠിക്കാനായി കോളേജിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് സ്റ്റാഫിൻ്റെയും അതുപോലെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ആയാലും പ്രൊഫസേഴ്സിൻ്റെയും കൂടെയുള്ള കുട്ടികളുടെയും കളിയാക്കുകൾ അവൾക്ക് ഒത്തിരി ഏൽക്കേണ്ടി വന്നു. ഇതൊന്നും കൂടാതെ ഒരിക്കൽ അവൾ വുമൻസിൻ്റെ ബാത്റൂം യൂസ് ചെയ്യുന്ന ടൈമിൽ ആരോ മൊബൈൽ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അവളുടെ പേഴ്സണലായിട്ടുള്ള വീഡിയോസൊക്കെ ആ കോളേജ് മൊത്തം സ്പ്രെഡ് ആവുകയാണ്. അത് അവൾക്ക് ഒത്തിരി പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടാക്കി. അവൾ ആ കുട്ടികളുമായിട്ട് കുറേ അടിയിട്ടെങ്കിൽ പോലും അവിടെയുള്ള ടീച്ചേഴ്സും പ്രൊഫസേഴ്സും എല്ലാം ഇവൾക്കെതിരെയായിരുന്നു. ഇവളൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ ഇവളൊന്നും ഡോക്ടർ ആവേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം. അങ്ങനെ പഠിത്തം പാതി വഴി നിർത്തിയിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കൂടാതെ വീഡിയോ ആ ഷൂട്ട് ചെയ്ത കേസിന് വേദയായിരുന്നു അന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത്. സോ തന്നെ അംഗീകരിക്കാത്ത ഈ സമൂഹത്തിനെതിരെ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അവൻ ഈ പണി തുടങ്ങിയത്. അവനെപ്പോലെ കുറേ ട്രാൻസ്ജെൻഡേഴ്സിനെ വരുന്ന തലമുറയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ടൈമിൽ നമ്മുടെ ഇൻസ്പെക്ടർ ബീനയ്ക്ക് വേദയെ കണ്ടെത്തി എന്ന് പറഞ്ഞ് വേദ തന്നെ ഫോൺ വിളിച്ച് പറയുകയാണ്. വേദയാണെന്ന് ബീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോ അവർ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ബീന ചെല്ലുകയാണ്. അവിടെ ചെന്ന് കുറേ ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വേദ ബീനയെ കുത്തിക്കൊല്ലുകയാണ്. ഈ ടൈമിൽ വേദയുടെ കൂട്ടുകാരനായ മാരിയും അവിടെ ഉണ്ടായിരുന്നു. മാരി എന്ന കള്ളപ്പേരിലാണ് ശരിക്കുള്ള വേദ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വേദ അവളെ കൊന്നു കഴിഞ്ഞ് പറയുകയാണ്, ഞാൻ മാരിയായി, അപ്പം നീയാണല്ലോ ഇപ്പോൾ വേദ, നീയാണ് ഈ പോലീസ് ഓഫീസറിനെ കൊന്നത്, നീയാണ് ഇത്രയും ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ സ്കാം ഉണ്ടാക്കി വെച്ചതും എല്ലാ ആളുകളെ കൊന്നതും എല്ലാം നീയാണെന്ന് നമ്മുടെ ഒറിജിനൽ വേദ മാരിയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ മാരി പറയുന്നുണ്ട്, എടാ നിൻ്റെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും നിന്നെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനല്ലേ നിനക്ക് എന്നും കൂട്ടായിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അവൻ പറയുന്നു, പക്ഷെ നിൻ്റെ ഫോട്ടോ ആണല്ലോ ഞാൻ പോലീസുകാർക്ക് വരയ്ക്കാനായിട്ട് കൊടുത്തത്. സോ അവരെന്തായാലും നിന്നെ പിടികൂടും. അപ്പോൾ എനിക്ക് എന്തായാലും ഈ സ്കാം കൊണ്ട് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. എൻ്റെ ലക്ഷ്യം എനിക്ക് പൂർത്തീകരിക്കണമെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലേണ്ട വരുമെന്ന് പറഞ്ഞിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു തോക്കെടുത്ത് ആ മാരിയെ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. ഈ സമയത്ത് ഈ വാർത്ത അറിഞ്ഞിട്ട് അവിടേക്ക് ACP മാധവ് വരുന്നു. മാധവ് വരുമ്പോഴേക്കും ബീന മരിച്ചിട്ടുണ്ടായിരുന്നു. മാധവിന് ശരിക്കും ദേഷ്യം. സമയത്തേക്ക് ACPക്ക് വേദ എവിടെയാണ് ഉള്ളതെന്ന് ലൊക്കേഷന് റിപ്പോർട്ട് കിട്ടുന്നു. അങ്ങനെ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വേദ പെൺകുട്ടികളുടെ ദേഹത്തെല്ലാം സ്റ്റിറോയിഡ് പോലെ എന്തോ ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധവ് വേദയെ കണ്ട ഉടനെ അവർ പരസ്പരം അടി തുടങ്ങും. ആ ടൈമിൽ വേദ മാധവിനെ ഒത്തിരിയിട്ട് അടിക്കുന്നുണ്ട്. മാധവും തിരിച്ചടിക്കുന്നുണ്ട്. ആ ടൈമിൽ മാധവ് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ നീ ഒരു പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന്. അപ്പോൾ അവൻ ചോദിക്കും, എൻ്റെ അച്ഛൻ എന്തേ, എൻ്റെ അച്ഛനെ നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കും. നിൻ്റെ അച്ഛൻ സേഫായിട്ട് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, നീ അതോർത്ത് പേടിക്കേണ്ട. എങ്കിലും നീ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും അംഗീകരിച്ചില്ല. സോ എന്നെപ്പോലെ ഒത്തിരി ആളുകളെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സമൂഹത്തിൽ ഞങ്ങളായിരിക്കും മെജോറിറ്റി. പിന്നെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയും. ആ ടൈമിൽ മാധവും വേദയും കൂടെ അവിടെ പൊരിഞ്ഞ അടി നടക്കുകയാണ്. അടിച്ചടിച്ച് വേദയുടെ ഡ്രസ്സെല്ലാം പോകുന്നുണ്ട്. ആ ടൈമിൽ മാധവ് വേദ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ അവളുടെ ബ്രസ്റ്റ് കാണിക്കുകയാണ്. ആ ടൈമിൽ മാധവന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. അവൾ പെണ്ണുമല്ല ആണുമല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണല്ലോ. അത് കണ്ട് കഷ്ടം തോന്നിയിട്ട് മാധവ് അവളെ ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്തിട്ട് പോലീസ് ജീപ്പിൽ കൊണ്ടിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ ടൈമിൽ ACP മാധവും മറ്റു ഉദ്യോഗസ്ഥരും ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഇവർ ഈ ഒരു എഗ്ഗ് ഡൊണേറ്റ് ചെയ്യുന്നുള്ളത് ട്രാക്ക് ചെയ്തിട്ട് ആ എല്ലാ പേഷ്യൻസിനും ഈ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളിൽ അങ്ങനെ ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ACPയും മറ്റുള്ള പോലീസുകാരും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും വേദയുടെ അടുത്ത് ACP പറയുന്നു. ഒരു ട്രാൻസ്ജെൻഡർ ആയി പോയത് കൊണ്ട് തൻ്റെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ഒരു സൈക്കോപാത്തിൻ്റെ സിനിമയായിരുന്നു ഇത്. സോ ഈ സിനിമ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.